അപ്പോൾ ഞാനും മേടിച്ചു ആഗാരോടെ 1200 രൂപയുടെ സെറ്റ്, നമ്മുടെ റേസർ സെറ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്നാട്ടോ മേടിച്ചത്. ഇതിന് 3 ഹെഡ് വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഫേസിലെ ഹെയർ ഒക്കെ കളയാനായിട്ട്, പിന്നെ നമ്മുടെ ഐബ്രോസ് ഒക്കെ ഷേപ്പ് ചെയ്യാനായിട്ട്, പിന്നെ അണ്ടർ ആംസ്, കൈ, കാല്, ബിക്കിനി ഏരിയയിലൊക്കെ ഹെയർ കളയാനായിട്ടുള്ള, അങ്ങനെ 3 ഹെഡ് മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ചാർജ് ചെയ്യുകയാണ്. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 90 മിനിറ്റ് വരെ ചാർജ് നിൽക്കും എന്നാണ് പറയുന്നത്. അത്ര നേരം നിൽക്കണ്ട കേട്ടോ. ഞാൻ ഇത് ചാർജ് ചെയ്തിട്ട് കുറേ നാളായി. ഇങ്ങനെ എപ്പോഴേലും ഓർക്കുമ്പോൾ ഞാൻ ചേട്ടൻ കുത്തിയിട്ട് ചാർജ് ചെയ്യുള്ളൂ. ഞാൻ മേടിച്ചിട്ട് 2-3 മാസമായിട്ടുണ്ട്. നന്നായിട്ട് തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് വാഷ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ബ്രഷ് വെച്ച് റിമൂവ് ചെയ്യാനേ, ഹെയർ ഒക്കെ ക്ലീൻ ചെയ്യാനേ പാടുള്ളൂ, വാഷ് ചെയ്യരുത് കേട്ടോ. അതാ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ചാർജിങ് കേബിളും കൂടെ വരുന്നുണ്ട്. ഇതാണ് ഒരു ഹെഡ്. ഇത് നമ്മുടെ ഈ ഐബ്രോയുടെ ഹെഡ്. പിന്നെ ഒരു ഹെഡ് ഇവിടെ വച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബ്രഷ് വരുന്നത്. ഈ ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്താൽ മതി ഡസ്റ്റ് പൊടികളൊക്കെ. അപ്പോൾ അതേ ഫസ്റ്റ് ഹെഡ് എന്ന് പറഞ്ഞാൽ ഫേസിലെ ഹെയർ കളയാനുള്ളതാണ്. ഇങ്ങനെ നമ്മൾ ഇത് കറക്റ്റ് ഉണ്ട്, ഓഫ് ഓൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓഫിലാണ് ഇരിക്കുന്നത്. ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഓണാവും. ഈ തന്നെ മുടി ഓണാവും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കാണിച്ചോണ്ടിരുന്നാൽ മതി. കണ്ണാടി പോലും നോക്കണ്ട. ഇങ്ങനെ വെറുതെ കാണിച്ചുകൊണ്ടിരുന്നാൽ ഹെയർ റിമൂവ് ആയിക്കോളും. വേദനയൊന്നും എടുക്കില്ല, പെയിൻഫുൾ അല്ല, ഒട്ടും പെയിൻ അല്ല. അങ്ങനെ നമുക്ക് ആക്സിഡന്റ് ആയിട്ട് മുറിയോ എന്നുള്ള പേടിയേ വേണ്ട, മുറിയില്ല. പിന്നെ നല്ല സ്പീഡിൽ കറങ്ങുന്നതുകൊണ്ട് ചെറിയ ചൂട് ഫീൽ ചെയ്യും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അത്രേ ഉള്ളൂ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെന്താ, ഈ ഹെഡ് ഇങ്ങനെ ലോക്കായിട്ടിരിക്കുവാണ്. ഇങ്ങനെ ലോക്കായിട്ടിരിക്കുന്നത് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ആ ഹെഡല്ല, ഈ ഹെഡ് ഇങ്ങനെ ഊരിയെടുത്ത് അടുത്ത ഹെഡ് ഫിറ്റ് ചെയ്യാം. ഐബ്രോയുടെ ആണ്. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ലോക്ക് ചെയ്താൽ മതി. ഭയങ്കര ഈസിയാണ് ഇതിന്റെ പണിയൊക്കെ. പക്ഷെ ഐബ്രോയുടെ എനിക്കിതൊരു പേടിയാണ്. കാരണം എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമ്മുടെ ഐബ്രോ എല്ലാം കൂടെ പറഞ്ഞ് താഴെ കിടക്കും. അതുകൊണ്ട് ഞാനത് അത്ര എക്സ്പെർട്ട് ആയിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ കയ്യിലേയും കാലിലേക്ക് ഹെയർ കളയാനുള്ള. ഇതിൻ്റെ ഈ ഹെഡിലെ ക്യാപ്പ് മാറ്റണം. ജസ്റ്റ് ക്യാപ്പ് മാറ്റിയിട്ട് ഇതിങ്ങനെ ഫിക്സ് ചെയ്യണം. ഇത് ഫിക്സ് ചെയ്യുക. സെയിം പോലെ തന്നെ ഓൺ ചെയ്യുക. ഇത് കണ്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ ഹെയർ കളയണോ. കണ്ടു മീനി ഞാൻ മൊത്തം കളയണമല്ലോ. ഞാൻ കയ്യിലെങ്ങനെ കളയാറില്ലായിരുന്നു. അത് അകത്തിരിക്കൊന്നുമില്ല. ഈ ഹെഡ് വെക്കുമ്പം ഹെയർ അകത്തേക്ക് പോകുന്നില്ല, പുറത്തേക്ക് തന്നെ കേട്ടോ. നമുക്ക് കളയാൻ എളുപ്പമുണ്ട്. മറ്റേ ഫേസിൽ റിമൂവ് ചെയ്യുമ്പോഴാണ് അകത്ത് തന്നെ ഹെയർ ഇരിക്കുന്നത്, നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരുന്നത്. അതിന്റെ ഹെഡ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന്. കാരണം ഞാനും ഇത് ആദ്യം കിട്ടിയപ്പോൾ തന്നെ ഇത് ഊരിയെടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി. അപ്പോൾ എനിക്കിത് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ നോക്കിയാൽ വെച്ചേ. അതുകൊണ്ട് നിങ്ങൾക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ ഞാൻ ആ വീഡിയോ കൂടെ കാണിച്ചേക്കാം. മീൻസ് ആ ഊരുന്നത് എങ്ങനെയാണെന്ന് കൂടെ കാണിച്ചേക്കാം. ഇതിങ്ങനെ ഹെഡ് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഊരി കയ്യിൽ വരും. അപ്പം നമ്മൾ ഇതിനകത്ത് ബ്രഷ് എടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഈ പൊടിയെല്ലാം, ഈ ഡസ്റ്റ് എല്ലാം ഇങ്ങനെ റിമൂവ് ചെയ്യുക. ഇത് ഇടാനായിട്ട് ഇതിനകത്ത് കറക്റ്റ് അവർ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കി ഇട്ടേച്ചാൽ മതി. എന്നുവെച്ചാൽ ഒരു പോയിന്റുകളുണ്ട്. ആ പോയിന്റുകൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇട്ടിട്ട് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. ഭയങ്കര ഈസിയാണ്, ഒന്നും സംഭവിക്കാനില്ല. ധൈര്യമായിട്ട് ചെയ്തോട്ടോ. അപ്പോൾ ശരി, ബൈ.